ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് ഫുഡ് സ്റ്റോറീസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ. അപ്പോൾ ഈ മാസത്തിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഈ മാസത്തിൽ മാത്രമല്ല, മറ്റുള്ള സമയങ്ങളിൽ നമുക്ക് മാസത്തിൽ 1-2 തവണ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കഞ്ഞിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഞ്ഞിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 കപ്പ് മട്ടയരി, ഞാനിവിടെ മട്ടയരിയാണ് എടുത്തിരിക്കുന്നത്. അരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1/4 കപ്പ് ചെറുപയർ 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്താണ്. കുതിർക്കാതെ വേണമെങ്കിലും എടുക്കാം. 1/4 കപ്പ് തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1/4 പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ വേണം. 5 കൊച്ചുള്ളിയും 2 വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ വലിയ വെളുത്തുള്ളിയാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചെറുതാണെങ്കിൽ 3 വെളുത്തുള്ളി വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കഞ്ഞി വേവിക്കാനായി കുക്കർ എടുക്കാം. കുക്കറിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ചെറുപയർ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, വെളുത്തുള്ളി, ഉലുവ ഇവയെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് 5 വിസിലടിച്ച് നന്നായി വേവിച്ചെടുക്കാം. എൻ്റെ കുക്കറിന് 5 വിസിലാണ് കഞ്ഞി വേവാനുള്ള പരുവം. നിങ്ങളുടെ കുക്കറിൽ എത്രയാണെന്ന് വെച്ച് നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വിസിലൊക്കെ അടിച്ച് നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കഞ്ഞി ഇവിടെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഹെൽത്തി കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എൻ്റെ കഞ്ഞി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്